ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള കുഴിമന്തിയാണ് നമ്മളിവിടെ തയ്യാറാക്കി നോക്കിയത്. ഒരു പരീക്ഷണമായിരുന്നു. പരീക്ഷണം സക്സസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ ഇതിൻ്റെ ഒരു ബിരിയാണിയുടെ ലുക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ടേസ്റ്റ് മന്തിയുടെ തന്നെയായിരുന്നു. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ വെള്ളം നല്ലോണം തിളപ്പിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി കുതിർത്തി വെച്ചിരിക്കുന്ന ബസ്മതി അരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് റൈസിൻ്റെ മന്തിയാണ് ഉണ്ടാക്കി നോക്കുന്നത്. ശേഷം അതിലേക്ക് മുഴുവൻ മല്ലി, കുരുമുളക്, സൺഫ്ലവർ ഓയിൽ, നാരങ്ങ നീര്, ഉപ്പ് ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. വല്ലാണ്ട് വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഒരു പകുതിയോളം വേവ് കിട്ടിയാൽ മതിയാകും. അങ്ങനെ ഒരു 50% ഈ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റി ഈ റൈസ് ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം മറ്റൊരു കുക്കറിലേക്ക് കുരുമുളക്, ബേ ലീഫ്, ഏലക്കായ, മല്ലി, വലിയ ജീരകം ഇങ്ങനത്തെ സാധനങ്ങൾ ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. കൂടാതെ അല്പം മഞ്ഞൾപ്പൊടി, മാഗി ക്യൂബ്, ഉപ്പ്, ഗരം മസാല, സൺഫ്ലവർ ഓയിൽ ഇത്രയും സാധനങ്ങൾ ചേർത്ത് അതിലേക്ക് നമുക്ക് മന്തിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്കിന്നോട് കൂടിയിട്ടും ചിക്കൻ എടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ സ്കിന്നില്ലാണ്ടാണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ മസാല നല്ലോണം ഒന്ന് എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നിരത്തി വെച്ച് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള ഓയിൽ നമ്മളിതിലേക്ക് മുമ്പ് ചേർത്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് രണ്ട് സൈഡും ഒന്ന് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം. ഇങ്ങനെ നമുക്കൊരു ഫോർക്ക് കൊണ്ട് രണ്ട് സൈഡും മാറ്റി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഉള്ളത്. ഇത് നാടൻ ചിക്കനായിരുന്നു നമ്മളെടുത്തത്, അതുകൊണ്ട് തന്നെ അല്പം വേവ് കൂടുതലുണ്ട്. അങ്ങനെ രണ്ട് സൈഡും ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ആവശ്യത്തിനുള്ള വേവായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം വാർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് വേവിലാണ്, ഇതിനാവശ്യമായിട്ടുള്ള വേവിലാണ് നമുക്ക് ഈ റൈസ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ റൈസ് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മളിനി ഇതിലേക്ക് കളറ് ചേർക്കുന്നില്ല. നോർമലി മന്തി ഉണ്ടാക്കുമ്പോൾ അതിൽ റെഡ് ഫുഡ് കളറ് ചേർക്കാറുണ്ട്. നമുക്കത് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ചാലിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാ സൈഡിലേക്കും നമ്മൾ മഞ്ഞൾപ്പൊടിയുടെ കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുമ്പോൾ ഇത് മതിയാവും. കളറൊക്കെ ചേർക്കാണ്ടിരിക്കുന്നതാണ് മാക്സിമം നല്ലത്. അപ്പോൾ നമ്മളിങ്ങനെ കളറ് ചേർത്ത് കൊടുത്തതിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം പച്ചമുളക് ഇങ്ങനെ എല്ലാ സൈഡിലുമായിട്ട് ഒന്ന് കുത്തി കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം നമ്മളിതിലേക്ക് സ്മോക്കിന് വേണ്ടിയിട്ട് അല്പം തീക്കനൽ ഒരു സ്റ്റീൽ പാത്രത്തിലാക്കിയിട്ടാണ് നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോകരുത്. കാരണം മന്തിയുടേതായ ഒരു സ്മെല്ല് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കനൽ വെച്ച് കൊടുക്കണം. അങ്ങനെ കനലൂടി ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ മതിയാകും. കാരണം നമ്മുടെ ചിക്കനും റൈസും ഒക്കെ ഏകദേശം വെന്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കുക്കർ അടച്ച് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് വേവിലും നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തീക്കനൽ മാറ്റിയിട്ടൊന്ന് നോക്കാം. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ഇലയിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നുള്ളത്. അങ്ങനെ മുഴുവനായിട്ടും ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തക്കാളി ചട്നിയുടെ കൂടിയിട്ടാണ് ഇത് കഴിക്കുന്നുള്ളത്. തക്കാളി ചട്നി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പറയുന്നില്ല, റെസിപ്പി കാണിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് പറയാവുന്നതാണ്. 2 തക്കാളിയും കുറച്ച് വിനാഗിരി, ഉപ്പ്, പുതിനയില, കുറച്ച് മല്ലിയില ഇത്രയും സാധനങ്ങൾ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മന്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ മന്തിയും ചട്നിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മന്തി കഴിക്കാൻ തോന്നുമ്പോൾ നമുക്ക് എപ്പോഴും ഷോപ്പിൽ പോയി കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിനൊരു ബിരിയാണിയുടെ ലുക്ക് ഉണ്ടോ എന്ന് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് മന്തിയുടെ തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഒരു പരീക്ഷണം സക്സസ് ആയി കിട്ടിയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ടാറ്റാ.